തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദ തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കരുതെന്ന CPI. സർക്കാരും LDFും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന നടപടികളിലേക്ക് കടക്കണം. പൊതുവിതരണവും ക്ഷേമകാര്യങ്ങളും മെച്ചപ്പെടുത്തണം. നിർദ്ദേശങ്ങൾ LDF നേതൃത്വത്തെ അറിയിക്കാനും CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണയായി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ വൈകി വന്ന വിവേകം എന്ന് വേണമെങ്കിൽ പറയാം. CPI ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് വരാൻ എത്ര മാസങ്ങളാണുള്ളത്? ഇനി എന്ത് പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത്? പറയൂ. SKN നമസ്കാരം. ഇന്നലെ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ പ്രധാന ചർച്ചാ വിഷയം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഈ ചർച്ചയിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാർ വിവാദങ്ങളിലേക്ക് പോകരുത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകരുടെയും മുന്നണിയുടെ പ്രവർത്തകരുടെയും തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി വിവാദങ്ങളിലേക്ക് സർക്കാർ പോകരുത്. ഒപ്പം തന്നെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ സർക്കാരും മുന്നണിയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും CPI മുന്നോട്ട് വെക്കുന്നു. സർക്കാരിലെ പല വകുപ്പുകളുടെയും ഭരണം കൂടുതൽ മെച്ചപ്പെടണമെന്ന ആവശ്യവും CPI മുന്നോട്ട് വെക്കുന്നു. ഭരണ വകുപ്പുകൾ കൂടുതൽ മെച്ചപ്പെടണം. ഒപ്പം തന്നെ പൊതുവിതരണ സമ്പ്രദായം, പ്രത്യേകിച്ചും മാവേലി സ്റ്റോറുകൾ പോലുള്ള സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആവശ്യത്തിന് സാധനങ്ങൾ മറ്റും ഉറപ്പാക്കുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണവും ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ വിതരണവും തടസ്സങ്ങളില്ലാതെ നടക്കണം എന്നതാണ് CPI മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഈ ആവശ്യങ്ങൾ ഒന്നാകെ പരിഗണിച്ച് മുന്നോട്ട് പോകണമെന്ന് മുന്നണിയോട് ആവശ്യപ്പെടാനാണ് തീരുമാനം. ഒരുപക്ഷേ നാളെ നേരുന്ന LDF നേതൃയോഗത്തിൽ തന്നെ CPI ഈ ആവശ്യം ഉന്നയിക്കും. അല്ലെങ്കിൽ CPI ഉപേക്ഷിച്ച ചർച്ചയിലായിരിക്കും ഈ ആവശ്യം മുന്നോട്ട് വെക്കുക. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിൻ്റെയും മുന്നണിയുടെയും മുഖം മിനുക്കി മുന്നോട്ട് പോകണമെന്ന വികാരമാണ് CPI പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് CPI ഈ കാര്യം ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.